എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് സബ്ജക്റ്റിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ്. കംപ്ലീറ്റ് തിയറി ടോപ്പിക്കും നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. എല്ലാ ടോപ്പിക്കും, അതായത് ക്യൂട്ടിയിൽ നാളെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി 10 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 2 മാർക്കിൻ്റെയും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം തന്നെ പ്രോബബിലിറ്റിയിലെ തിയറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്രോച്ചസ് ഓർ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ അപ്രോച്ചസും മുൻപൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. എന്തായാലും പ്രോബബിലിറ്റിക്ക് 3 അപ്രോച്ചാണുള്ളത്. ക്ലാസിക്കൽ അപ്രോച്ച്, റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്, സബ്ജക്റ്റീവ് അപ്രോച്ച്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർത്തു വെക്കുക. പ്രോബബിലിറ്റിക്ക് 3 അപ്രോച്ചാണുള്ളത്. ക്ലാസിക്കൽ അപ്രോച്ചും റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചും സബ്ജക്റ്റീവ് അപ്രോച്ചും. അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചാലും, അതായത് 5 മാർക്കിന് വാട്ട് ആർ ദ വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ. ക്ലാസിക്കൽ ഡെഫിനിഷൻ, റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ഡെഫിനിഷൻ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ അപ്രോച്ച്, അത് മാത്രമായിട്ടും 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ദാറ്റ് കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കത്തിൽ നിന്ന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റോളിങ് എ ഡൈ. നമ്മുടെ ഡൈ ഉണ്ടല്ലോ, അത് റോൾ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ലുഡോ ഒക്കെ കളിക്കുമ്പോൾ ആ ഒരു കട്ട ഉണ്ടല്ലോ, അതിനാണ് ഡൈ എന്ന് പറയുന്നത്. അത് റോൾ ചെയ്യുന്ന സമയത്ത് അത് ഈച്ച് ഫേസ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ലാൻഡിങ്, അല്ലേ? ഏത് ഫേസും വീഴാൻ, 1 വീഴാം, 6 വീഴാം, 5 വീഴാം, 4 വീഴാം. അങ്ങനെ നമ്മൾ ആ ഡൈ റോൾ ചെയ്യുമ്പോൾ ഏത് വീഴാനുമുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള പ്രോബബിലിറ്റിനെയാണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ദിസ് മെത്തേഡ് അസ്യൂംസ് ഓൾ ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ലി. അതായത് എല്ലാ ഔട്ട്കത്തിനും ഈക്വൽ ചാൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും വീഴാം. ഒരു ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് 1 മുതൽ 6 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വീഴാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ അഥവാ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്. ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ദി പാസ്റ്റ് ഒക്യുറൻസ്. മുന്നേ സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാൻസ് നോക്കുന്നതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൻ, അല്ലെ? പ്രോബബിലിറ്റി ഓഫ് റെയിൻ, മഴ പെയ്യാനുള്ള സാധ്യത. ഇപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നും നല്ല മഴയാണല്ലേ നമുക്കൊക്കെ. അപ്പോൾ നമുക്കറിയാം നാളെ മഴ പെയ്യും, നാളെ എക്സാം മാറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചിൽ പറയുന്നത് എക്സാമിലൊന്നും മാറ്റം ഉണ്ടാവില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഞാനത് എക്സാമ്പിൾ പറഞ്ഞതാണ്, അത് വിചാരിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റ്സ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് പാസ്റ്റ് ഒക്യുറൻസ്. അപ്പോൾ അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോബബിലിറ്റി ഓൺ പേഴ്സണൽ ജഡ്ജ്മെന്റ്, എക്സ്പീരിയൻസ് ഓർ ഒപ്പീനിയൻ. അതായത് പേഴ്സണൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റിന്റെയും അതുപോലെ തന്നെ അനുഭവത്തിന്റെയും അതുപോലെ അഭിപ്രായങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോബബിലിറ്റി ചെയ്യുന്നതിനെയാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു, യൂട്യൂബേഴ്സിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നു. അങ്ങനെ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ചിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ ഇന്നതായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രോബബിലിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്രോച്ച്, അല്ലെങ്കിൽ ഇത് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്രോച്ച് അല്ലെങ്കിൽ എന്താണ്? ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി. ഒരു സിമ്പിൾ കീ വേർഡിലൂടെ ഞാൻ പറഞ്ഞു തരാം. പ്രോബബിലിറ്റിക്ക് 3 അപ്രോച്ച് ആണുള്ളത്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്.
പ്രയർ പ്രോബബിലിറ്റി എന്നും അതിനെ പറയാറുണ്ട്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ചാൻസ് ഫോർ ഓൾ ഔട്ട്കംസ്, എല്ലാ ഔട്ട്കത്തിനും ഈക്വൽ ചാൻസ് കിട്ടും, അത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ അത് പഠിച്ചു. രണ്ടാമത്തത് റിലേറ്റീവ് ഫ്രീക്വൻസി ആണ്. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഒക്യുറൻസ്, കഴിഞ്ഞ പോയ കാലത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഒക്കറൻസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്. മൂന്നാമത്തതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച്. സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ജഡ്ജ്മെന്റും എക്സ്പീരിയൻസും ഒപ്പീനിയനും, അത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ തിയറംസ് ഓൾറെഡി എസ്എ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഓവറോൾ എക്സാം ഓറിയന്റഡ് റിവിഷൻ ആണിത്, നമുക്കതും കൂടെ നോക്കാം. പ്രോബബിലിറ്റിയുടെ തിയറംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ 3 തിയറീസ് ആണ് ഓർത്തു വെക്കേണ്ടത്. ബേസ് തിയറവും, അഡിഷൻ തിയറവും, മൾട്ടിപ്ലിക്കേഷൻ തിയറവും. അതെങ്കിലും ഓർത്തു വെക്കണം. പ്രോബബിലിറ്റിക്ക് 3 തിയറീസ് ആണുള്ളത്: ബേസ് തിയറം, അഡിഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ആദ്യം തന്നെ ബേസ് തിയറം. ബേസ് തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ബേസ് തിയറം ചിലപ്പോൾ അതെന്താണ് 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. 5 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ ഇത്ര എഴുതിയാൽ പോരാ. നിങ്ങൾ അങ്ങനെയാവുമ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് എഴുതുക, പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ അഡിഷൻ തിയറും ഒക്കെ അങ്ങ് എഴുതി അങ്ങ് ഒരു 1.5 പേജ് അങ്ങ് എഴുതിക്കോ. ബേസ് തിയറം ഒക്കെ കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ബേസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസ് തിയറം ഈസ് എ മാത്തമാറ്റിക്കൽ ഫോർമുല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ തിയറം ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ ഒരു തിയറമാണത്, അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഇറ്റ് ഹെൽപ്സ് ടു അപ്ഡേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ ന്യൂ ഇവന്റ്. ഒരു ന്യൂ എവന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ബേസ് തിയറം. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇറ്റ് ഹെൽപ്സ് ടു അപ്ഡേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ എ ന്യൂ ഇവന്റ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് തോമസ് ബേസ് ആണ്. 18th സെഞ്ചുറിയിലാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സംഭവമാണത്. പി ഓഫ് എ ബാർ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ബാർ എ ഇൻറ്റു, അവിടെ ഒരു കുത്തുണ്ട് കേട്ടോ, പി ഓഫ് ബി ബാർ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതാണ് ബേസ് തിയറം. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത്? തിയറംസ് ഓഫ് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിക്ക് 3 തിയറംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബേസ് തിയറവും, അഡീഷണൽ തിയറവും, മൾട്ടിപ്ലിക്കേഷൻ തിയറവും. അതിൽ ബേസ് തിയറം നിങ്ങൾ പഠിച്ചു. എന്താണ് ബേസ് തിയറം? 4 പോയിന്റ് എങ്കിലും ഓർത്ത് വെക്കുക. 1, ബേസ് തിയറം ഒരു പ്രോബബിലിറ്റി തിയറമാണ്. 2, ബേസ് തിയറം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. 3, ബേസ് തിയറം ഡെവലപ്പ് ചെയ്തത് തോമസ് ബേസ് ആണ്. 4, ബേസ് തിയറം 18th സെഞ്ചുറിയിലാണ് ഡെവലപ്പ് ചെയ്തത്. 5, അപ്ഡേറ്റ് പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തിസിസ്. ദെൻ അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. ഇത് 2 മാർക്കിലും 5 മാർക്കിലും എസ്സേയിലും എല്ലാം വരുന്നതാണ്. പ്രോബബിലിറ്റിയുടെ അഡിഷൻ തിയറം പറയുമ്പോൾ നമ്മൾ 2 ഇവന്റ്സിൻ്റെത് വേണ്ടിയിട്ട് പറയണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും ഉണ്ട്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും ഉണ്ട്. ഞാനിവിടെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ അഡിഷൻ തിയറം എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യുക? നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ അഡിഷൻ തിയറം എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ അഡിഷൻ തിയറം എന്താണ്? ഇഫ് 2 ഇവന്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതായത് 2 ഇവന്റ് ഉണ്ട്, എ ബി, അങ്ങനെ ഓർത്ത് വെച്ചോ. അഡിഷൻ തിയറം ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിൻ്റെതാണ്. ഇഫ് 2 ഇവന്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ഇവന്റ്സ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്, അതായത് അത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എയ്തർ എ ഓർ ബി ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. അതിനെയാണ് നമ്മൾ ഒരൊറ്റ ഇക്വേഷനിലൂടെ പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇതെങ്കിലും എഴുതി വെക്കണം. എസ് എ ആണെങ്കിൽ നന്നായിട്ട് എഴുതണം. 5 മാർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ. ഇപ്പം എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്നവരായിരിക്കില്ല അവസാന വീഡിയോ ഒക്കെ കാണുന്നവർ. അല്ലാത്തവർ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവസാന നിമിഷം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് 1 മാർക്കും 2 മാർക്കും ഒക്കെ ആയിട്ട് മൊത്തം എങ്ങനെയെങ്കിലും ഒരു 20 മാർക്ക് സെറ്റാക്കാൻ നടക്കുന്നവരുണ്ടാവും. ഇന്റേണൽ 15 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, 35 കിട്ടി പാസ്സാവും അല്ലേ? ഒരുപാട് പേര് ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട് എത്രയാണ് പാസ്സാവാനെന്നൊക്കെ. നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് 36 ആണ്. ഇന്റേണലും എക്സ്റ്റേണലും കൂടെ കൂട്ടിയിട്ട് 36 മാർക്ക് മതി. അതായത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇന്റേണലി 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ട് 16 മാർക്ക് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിൻ്റെത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഇനി നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണെങ്കിൽ ഇഫ് 2 ഇവന്റ്സ് എ ആൻഡ് ബി ആർ
not mutually exclusive. The probability of occurrence of either A or B is the sum of the individual probability minus probability of both to happen. അതായത് P of A union B is equal to P of A plus P of B ആണ് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ അഡിഷൻ തിയറം. അതിൽ നിന്നും മൈനസ് P of A ഇന്റർസെക്ഷൻ B കൊടുത്താൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആയി. അടുത്തതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഇൻഡിപെൻഡന്റ് ഇവൻസിനും അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ഇവൻസിനും ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഇവൻസിൻ്റെത് ഇഫ് ടു ഇവൻസ് ആർ ഇൻഡിപെൻഡന്റ് ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബോത്ത് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇനി ഡിപ്പെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ if two events are dependent then the probability of occurrence of second event will be affect the outcome of first. P of A intersection B is equal to P of A into P of B bar A. ഇതാണ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. ഇതിപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും ക്ലിയർ ആവില്ല, ഇത് നോട്ട് വെച്ച് ഇതുപോലെ തന്നെ പഠിക്കണം. അടുത്തതാണ് കഴിഞ്ഞ വർഷത്തെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിസിഷനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പുമാണ്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്. BBA-ക്കാർ ഇത് കാണേണ്ടതില്ല, BBA-ക്ക് ഈ ടോപ്പിക് ഇല്ല. പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ ഉണ്ടാകും. എന്തായാലും ഈ ടോപ്പിക്ക് BBA-ക്ക് ഇല്ല, നിങ്ങൾക്ക് ഇത് സ്കിപ്പ് അടിക്കാം. ടൈപ്സ് ഓഫ് ഡിസിഷൻസും അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിങ്ങുമാണ്. പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് ഡിസിഷൻ ചോദിച്ചാൽ 5 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. 5 ടൈപ്പ് ഓഫ് ഡിസിഷൻ എങ്കിലും ഓർത്തു വെക്കുക. സ്ട്രാറ്റജിക് ഡിസിഷൻ, ടാക്ടിക്കൽ ഡിസിഷൻ, ഓപ്പറേഷണൽ ഡിസിഷൻ, പ്രോഗ്രാംഡ് ഡിസിഷൻ, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. ഇതാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിലെ ഉന്നതതല മാനേജ്മെന്റ് എടുക്കുന്ന ലോങ് ടേം ഡിസിഷനെയാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ടാക്ടിക്കൽ ഡിസിഷൻ. ടാക്ടിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഡിസിഷൻ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിലെ കീഴ്ത്തല മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷനെയാണ് ടാക്ടിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടേം ആയിരിക്കും. അടുത്തത് ഓപ്പറേഷണൽ ഡിസിഷൻ ആണ്. ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിലെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഡിസിഷനെയാണ് ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ആൻഡ് റൊട്ടീൻ ഇൻ നാച്ചർ. അത് തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യുന്നതും അതുപോലെ തന്നെ റൊട്ടീൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഡിസിഷന്റെ 3 ടൈപ്പ് ഓർത്ത് വെക്കുക. സ്ട്രാറ്റജിക്കും ടാക്ടിക്കലും ഓപ്പറേഷണലുമാണ്. പിന്നീടുള്ള 2 പ്രോഗ്രാംഡ് ഡിസിഷനും നോൺ പ്രോഗ്രാംഡ് ഡിസിഷനുമാണ്. പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവും റൊട്ടീനും വെൽ സ്ട്രക്ചേർഡുമായിട്ടുള്ള ഡിസിഷനെയാണ്. അപ്പോൾ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസിഷൻ. ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ്, റൊട്ടീൻ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ഡിസിഷൻ. എന്നാൽ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ. നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ യുണീക്ക് ആയിരിക്കും, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. അത് എല്ലായ്പ്പോഴും എടുക്കേണ്ടി വരില്ല. വല്ലപ്പോഴും റെയറായിട്ട് ഒരു ചില ഒക്കേഷനിൽ മാത്രം എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, ഡിസിഷൻ മേക്കിംഗ് ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ? ഓർത്തു വെക്കുക. സ്ട്രാറ്റജിക് ഡിസിഷൻ, ടാക്ടിക്കൽ ഡിസിഷൻ, ഓപ്പറേഷണൽ ഡിസിഷൻ, പ്രോഗ്രാംഡ് ഡിസിഷൻ ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. ഇനി ഡിസിഷൻ ഡേ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്പ്, സ്റ്റേജ്, പ്രോസസ്, ഫേസ് ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം. ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. എനിക്ക് ചെന്നൈക്ക് ഒരു എക്സാം എഴുതാൻ പോകണം. അപ്പോൾ എങ്ങനെ പോകും എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പോകും? എനിക്ക് ബസ്സിന് പോകാം, അതുപോലെ തന്നെ എനിക്ക് കാർ എടുത്ത് പോകാം, ബസ്സിന് പോകാം, ട്രെയിനിന് പോകാം, ഫ്ലൈറ്റിന് പോകാം. എൻ്റെ മുമ്പിൽ 4 ഓപ്ഷൻ ഉണ്ട് ചെന്നൈയിൽ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ പ്രോബ്ലം എന്താണ്? എങ്ങനെ ചെന്നൈക്ക് എക്സാം എഴുതാൻ പോകും? അപ്പം ഞാൻ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും.
അതായത് ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് ചെന്നൈയിൽ എക്സാം എഴുതാൻ എത്താം, ഏത് സമയത്താണ് ഞാൻ ചെന്നൈയിൽ എക്സാം എഴുതാൻ എത്തേണ്ടത്, ഏത് ഡേറ്റിനാണ് എൻ്റെ എക്സാം, എവിടെ വെച്ചാണ് എൻ്റെ എക്സാം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്യും. മൂന്നാമത്തത് ഐഡന്റിഫൈ ദ ആൾട്ടർനേറ്റീവ്. ഞാൻ ചെന്നൈയിലേക്ക് എത്താനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്തു. അപ്പം എൻ്റെ മുമ്പിൽ 4 ഓൾട്ടർനേറ്റീവ് വന്നു. ബസ്സിന് പോകാം, കാറിന് പോകാം, ഫ്ലൈറ്റിന് പോകാം, ട്രെയിനിന് പോകാം. ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ്. 4ാമത്തെ സ്റ്റേജിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്തു. ബസ്സിന് പോയാൽ എത്ര ക്യാഷ് ആകും, എത്ര ടൈം കൊണ്ടെത്തും, അതുപോലെ കാറിന് പോയാൽ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം, എത്ര ടൈം കൊണ്ടെത്തും, അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ ചാർജ് എത്രയാണ്, ട്രെയിൻ ടിക്കറ്റ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. ദെൻ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പം ഞാനതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ട്രെയിനിന് പോകുന്നതായിരിക്കും ബെറ്റർ, ഫ്ലൈറ്റിന് ചാർജ് കൂടുതലാണ്, ബസ്സിന് പോവുകയാണെങ്കിൽ കുറേ ടയർഡാകും, കാറിന് പോവുകയാണെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യണം, എന്നാൽ ഇതൊന്നും പ്രശ്നമില്ലാത്തത് എനിക്ക് ട്രെയിനാണ്. അപ്പം ഞാൻ ട്രെയിൻ എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. ദെൻ ഇംപ്ലിമെന്റേഷൻ. ഞാൻ ട്രെയിനിൽ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്യുന്നു. ഫോളോ അപ്പ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഓരോരോ സ്റ്റേജ്. ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും, രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, മൂന്നാമതായിട്ട് ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യും, നാലാമതായിട്ട് ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യും, അഞ്ചാമത് അതിൽ നിന്നും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യും, ആറാമതായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും, ഏഴാമത് അത് ഫോളോ അപ്പ് ചെയ്യും. ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ എടുക്കുന്ന സിറ്റുവേഷൻസ് ഏതെല്ലാമാണ്? ഇത് എസ്എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഇത് എളുപ്പമാണ്, ഇതൊന്നും കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത്, ലാസ്റ്റ് മൊഡ്യൂൾ അല്ലേ എന്ന് കരുതിയിട്ട്. 4 സാഹചര്യങ്ങളിലാണ് ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. 1, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി. 2, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി. 3, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. 4, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ഏതൊക്കെയാണ് ഒരു ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തേണ്ട സിറ്റുവേഷൻസ്? സർട്ടൈനിറ്റി, അൺസർട്ടൈനിറ്റി, റിസ്ക്, കോമ്പറ്റീഷൻ. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്തവനാണെങ്കിൽ ഇതെങ്കിലും പഠിച്ചു പോവുക. ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്? സർട്ടൈനിറ്റി, അൺസർട്ടൈനിറ്റി, റിസ്ക് ആൻഡ് കോമ്പറ്റീഷൻ. സർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ ഒരു തീരുമാനമെടുക്കണം, നമുക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് നോളജ് ഉണ്ട്. അതായത് എന്തിനെക്കുറിച്ചാണോ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത്, ആ തീരുമാനം എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് നോളജ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കത്തിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ട്. അതായത് എല്ലാ കാര്യവും നമുക്കറിയാം, നമ്മൾ വലിയ ആളാണ്, നമുക്ക് ആ തീരുമാനം എടുത്താൽ മതി. അത്തരം സാഹചര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? സർട്ടൈനിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി നിശ്ചയമുണ്ട്. അത്തരം അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അറിവൊന്നുമില്ല, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കണം, ബട്ട് വി ഹാവ് ലാക്ക് ഓഫ് നോളജ് എബൌട്ട് ഔട്ട്കം. അതിൻ്റെ ഔട്ട്കത്തെക്കുറിച്ച് നമുക്ക് ലാക്ക് ഓഫ് നോളജ് ആണ്. അത്തരം സാഹചര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ ഡിസിഷനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നതിനെ കുറിച്ചും അതിൻ്റെ ഔട്ട്കമിനെ കുറിച്ചും കംപ്ലീറ്റ് നോളജ് ഉണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി ആണ്. ലാക്ക് ഓഫ് നോളജ് ആണെങ്കിൽ അത് അണ്ടർ അൺസർട്ടൈനിറ്റി ആണ്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഡിസിഷൻ മേക്കേഴ്സ് ഹാവ് സം നോളജ് എബൌട്ട് ഔട്ട്കം. ഡിസിഷൻ മേക്കേഴ്സിന് കുറച്ച് നോളജ് ഒക്കെ ഉണ്ടാവും ഔട്ട്കത്തിനെ കുറിച്ച്, അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ. ദിസ് മെത്തേഡ് മേക്കേഴ്സ് ഹാവ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ആക്ഷൻ. മറ്റുള്ളവരുടെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവല്ലോ, അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ 4 രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നതെങ്കിലും ഓർത്ത് വെക്കുക. ഒന്ന് സർട്ടൈനിറ്റി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നോളജ് എബൌട്ട് ഡിസിഷൻ ആൻഡ് ഔട്ട്കം. രണ്ടാമത്തത് അണ്ടർ അൺസർട്ടൈനിറ്റി, ലാക്ക് ഓഫ് നോളജ് എബൌട്ട് ഡിസിഷൻ ആൻഡ് ഔട്ട്കം. മൂന്നാമത്തത് റിസ്ക്.
സം നോളജ് അബൌട്ട് ഡിസിഷൻ ആൻഡ് ഔട്ട്കം. അടുത്തത് കോമ്പറ്റീഷൻ, ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ആക്ഷൻ. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ചിലപ്പോൾ എസ് എ ആയിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോറിലേഷൻ എഴുതാം, റിഗ്രഷൻ എഴുതാം, നെറ്റ്വർക്ക് അനാലിസിസ്, മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ്, ബ്രേക്ക് ഈവൺ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഗെയിം തിയറി, ക്യൂയിങ് തിയറി, ഇൻഫർമേഷൻ തിയറി, ലീനിയർ പ്രോഗ്രാമിംഗ്, അസൈൻമെന്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, മാർക്കോവ് ചെയിൻ അനാലിസിസ്, നെറ്റ്വർക്ക് അനാലിസിസ്, ഇതെല്ലാം എഴുതാം. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഒരു 5 പോയിന്റ് എങ്കിലും. കോറിലേഷൻ, റിഗ്രഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, അങ്ങനെ ഒരു 6 എണ്ണമെങ്കിലും ഓർത്ത് വെക്കുക. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിസിഷൻ ട്രീ. അവിടെ നിന്നും ചോദ്യം വരാം. ഡിസിഷൻ ട്രീ എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഡിസിഷൻ ട്രീ അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻസ് ആൻഡ് ഔട്ട്കം. ഡിസിഷൻസും അതിൻ്റെ ഔട്ട്കത്തെയും നമ്മൾ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ, ഒരു മരത്തിൻ്റെ രൂപത്തിൽ, ഒരു ട്രീയുടെ രൂപത്തിൽ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീ അനാലിസിസ് അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ ഒരു സിമ്പിൾ മെത്തേഡാണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ വിഷ്വലൈസേഷൻ, നമുക്ക് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി ക്ലിയർ ആയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഈസി ഡാറ്റ ക്ലാസിഫിക്കേഷൻ, ഡാറ്റയെ നമുക്ക് എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഈസി ഡാറ്റ ഇൻ്റർപ്രട്ടേഷൻ, നമുക്ക് എളുപ്പത്തിൽ ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഡെപിക്ട്സ് മോർ സ്യൂട്ടബിൾ പ്രോജക്റ്റ്, ഒരുപാട് സ്യൂട്ടബിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമുക്കത് വിനിയോഗിക്കാം. ഇത്രയുമാണ് ഡിസിഷൻ ട്രീയുടെ അഡ്വാൻറ്റേജ്. സിമ്പിൾ മെത്തേഡാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ക്ലിയർ വിഷ്വലൈസേഷൻ, ഈസി ഡാറ്റ ക്ലാസിഫിക്കേഷൻ, ഈസി ഡാറ്റ ഇൻ്റർപ്രട്ടേഷൻ, ഡെപിക്ട്സ് മോർ സ്യൂട്ടബിൾ പ്രോജക്ട്സ്. അടുത്തതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ഡിസിഷൻ ട്രീ അനാലിസിസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ന്യൂമറസ് ഔട്ട്കം. ഒരുപാട് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ചാൻസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എറേഴ്സ്, നമ്മുടെ ഔട്ട്കത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാകാം. ഡിസിഷൻ ട്രീ അനാലിസിസ് ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. സെൻസിറ്റീവ് ടുവാർഡ്സ് ബയാസുകൾ കടന്നുകൂടാം. അൺസ്യൂട്ടബിൾ ഫോർ കണ്ടിന്യൂസ് വേരിയബിൾ, അതായത് ഒരു ഇന്റർവെൽ സ്കെയിലിൽ വരുന്ന വേരിയബിൾസ് ആണെങ്കിൽ അതിന് അൺസ്യൂട്ടബിൾ ആയിരിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ എക്സസീവ് ഡാറ്റ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് പോസിബിൾ ആയിരിക്കില്ല. അടുത്തതാണ് അഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. LPPയുടെ അല്ലെങ്കിൽ LPയുടെ അപ്ലിക്കേഷനും മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ്. ഇതിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് നോക്കാം അപ്ലിക്കേഷൻസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ആദ്യം നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗിൻ്റെ യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഡക്റ്റ് മിക്സ്, മീഡിയ സെലക്ഷൻ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം, ബ്ലെൻഡിംഗ് പ്രോബ്ലം, സ്റ്റാഫിംഗ് പ്രോബ്ലം, ഇൻവെന്ററി കൺട്രോൾ, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, മാൻ പവർ പ്ലാനിംഗ്, റിസോഴ്സ് അലൊക്കേഷൻ, പ്രൊഡക്ഷൻ പ്ലാനിംഗ്. ഈ മേഖലയിലെല്ലാം തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഗീവ്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ലീനിയർ പ്രോഗ്രാമിങ്ങിലൂടെ ബിസിനസ്സിന് ലഭിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിസോഴ്സ് അലൊക്കേഷന് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമാണ്. ഇറ്റ് ഓഫർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് പ്രോബ്ലംസ്, ഒരുപാട് ബിസിനസ് പ്രോബ്ലത്തിന് LPPയിലൂടെ കൃത്യമായൊരു മാത്തമാറ്റിക്കൽ അനാലിസിസിലൂടെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് അലൊക്കേഷന് യൂസ്ഫുൾ ആണ്, ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആണ്, കോംപ്ലക്സ് പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട്.
ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് ആണ് ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി, അതിന് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ സം അസംഷൻസ് ആർ ഇനാക്യുറേറ്റ്, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ചില അസംഷൻസ് ഇനാക്യുറേറ്റ് ആയിരിക്കും. ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സ് പ്രോബ്ലം, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, കൃത്യമായ ഡാറ്റയുടെ ലിമിറ്റഡ് അവൈലബിലിറ്റി ആണ്. ഡിഫിക്കൽട്ട് ടു സോൾവ് ലാർജ് പ്രോബ്ലം, ലാർജ് പ്രോബ്ലം ആണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അസംഷൻസ് എന്നോട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഓൾ മൊഡ്യൂൾ ക്ലാസ്സിൽ അത് അവൈലബിൾ ആണ്, നോട്ട്സിലും അതും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. ഇത് BBA-കാർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ QTയുടെ നാച്ചർ, ഫീച്ചർ, ഫംഗ്ഷൻ, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ് ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. നാച്ചർ ചോദിച്ചാലും ഫീച്ചർ ചോദിച്ചാലും ഒബ്ജക്റ്റീവ് ചോദിച്ചാലും ഫംഗ്ഷൻ വാട്ടെവർ അത്തരത്തിലുള്ള എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡാറ്റ അനാലിസിസ്, അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ റിസോഴ്സ് അലൊക്കേഷൻ, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻവെന്ററി കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ ട്രീ അനാലിസിസിന് ക്യൂയിങ് തിയറി, പ്രോപ്പർ ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സ്, റീപ്ലേസ്മെന്റ് തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, ഷെഡ്യൂളിംഗ്, ഫോർകാസ്റ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി കൺട്രോൾ ഇവിടെയെല്ലാം QT ഉപകാരപ്പെടുന്നുണ്ട്. അടുത്തതാണ് റോൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ QT ആൻഡ് അതർ ഡിസിപ്ലിൻ. മറ്റേതെല്ലാം സബ്ജക്റ്റുമായിട്ട് QTക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ മറ്റേതെല്ലാം സബ്ജക്റ്റിലാണ് QTയുടെ റോള്? ബിസിനസ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രി മാനേജ്മെന്റ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഈ മേഖലയിലെല്ലാം QTക്ക് അപ്ലിക്കേഷൻ ഉണ്ട്. എവിടെയൊക്കെയാണ് അപ്ലിക്കേഷൻ അല്ല, QTക്ക് റോൾ ഉണ്ട്. ബിസിനസ് മാനേജ്മെന്റ്, ഇൻഡസ്ട്രി മാനേജ്മെന്റ്, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. അടുത്തത് എസ്എ ടോപ്പിക്കാണ്, യൂസസ് ആൻഡ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് QT. അതുപോലെ തന്നെ നമുക്കിതിൽ QTയുടെ ലിമിറ്റേഷൻസ് നോക്കണം. QTയുടെ യൂസസ്, അപ്ലിക്കേഷൻ, സ്കോപ്പ് എന്തൊക്കെയാണ്? ഇത് പോയിന്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തത്. 10-15ഓളം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എസ്എയോ ഷോർട്ട് എസ്എയോ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇൻവെന്ററി കൺട്രോൾ, പ്രോജക്റ്റ് മാനേജ്മെന്റ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ അനാലിസിസ്, ക്യൂയിങ് തിയറി, റീപ്ലേസ്മെന്റ് തിയറി, സിമുലേഷൻ, സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, റിസോഴ്സ് അലൊക്കേഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഷെഡ്യൂളിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ബ്രേക്ക് ഈവൺ അനാലിസിസ്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, മാർക്കറ്റ് റിസർച്ച്, റിസ്ക് അനാലിസിസ് ഇവിടെയെല്ലാം QTക്ക് സ്കോപ്പ്, അപ്ലിക്കേഷൻ ആൻഡ് യൂസസ് ഉണ്ട്. അടുത്തതാണ് QTയുടെ ലിമിറ്റേഷൻസ്. ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? QT എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഇഗ്നോർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്, ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഇഗ്നോർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, QT എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, QTക്ക് ലിമിറ്റഡ് സ്കോപ്പ് ആണ്, ഡാറ്റ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് QTക്ക്, പൊട്ടൻഷ്യൽ ഫോർ ബയാസ് വരാനുള്ള സാധ്യതയുണ്ട്, മെത്തഡോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അൺസർട്ടൈനിറ്റി ഉണ്ട്, റിക്വയർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട്, ലിമിറ്റഡ് ഡാറ്റ അവൈലബിലിറ്റി ആണ്, ഡിഫിക്കൽട്ടി ടു ഇന്റർപ്രറ്റ്, പലപ്പോഴും പലതും ഇന്റർപ്രറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്, ഓവർ റിലയൻസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പലപ്പോഴും QT ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയാണ്. ഇതൊക്കെയാണ് QTയുടെ ലിമിറ്റേഷൻസ്. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. അടുത്തതാണ് എസ്എ ആയിട്ട് ചോദിക്കാം. ഇതിൽ തന്നെ ഏതെങ്കിലും പാർട്ടും എസ്എ ആയിട്ട് ചോദിക്കാം. ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് QTയുടെ ടൈപ്സും ക്ലാസിഫിക്കേഷനും. QTയെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്നും, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, അതുപോലെ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഈ രീതിയിൽ QTയെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നിങ്ങൾക്കറിയാം, കളക്ഷൻ ഓഫ് ഡാറ്റ, കോറിലേഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ്, പ്രോബബിലിറ്റി, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, കോൺഫിഡൻസ് ഇന്റർവെൽ, സാമ്പിളിംഗ് തിയറി. പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, ഇൻവെന്ററി തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, ഡൈനാമിക് പ്രോഗ്രാം, മാർക്കോവ് ചെയിൻ അനാലിസിസ്.
ഞാനിങ്ങനെ വായിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. ഈ വർഷം എസ്എ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി. 10 മാർക്കിന്റെ എസ്എക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ക്യൂട്ടിയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്പ്. ഇത് ചോദിച്ചാൽ ആദ്യം തന്നെ ക്യൂട്ടി എന്താണെന്ന് എഴുതുക, അതിനുശേഷം ഈ ടേബിൾ അവിടെ വരച്ചു വെക്കുക. 5 മാർക്ക് ഉറച്ചു. പിന്നെ ഇതിൽ ഓരോന്നും എടുത്തിട്ട് ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, 10 മാർക്ക് ഷുവർ ആണ്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ. കോറിലേഷന്റെ ഇമ്പോർട്ടൻസ്, ചില ചോദ്യ പേപ്പറുകളിൽ കോറിലേഷന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കോറിലേഷന്റെ യൂസ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ് ഇതൊക്കെ ചോദിച്ചാലുള്ള പോയിന്റ് ആണ് ഇവിടെ. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് ബിഹേവിയർ. എക്കണോമിക് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്, പ്രൈസ് എക്സെട്ര. ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റും പ്രൈസും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് കോറിലേഷൻ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബയാസ് ഫോർ റിഗ്രഷൻ, ബേസിസ് ഫോർ റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിനുള്ള ഒരു ബേസ് ആയിട്ടാണ് കോറിലേഷനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കോറിലേഷൻ റെഡ്യൂസ് റേഞ്ച് ഓഫ് അൺസെർട്ടൈനിറ്റി. ഒരു കാര്യത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിന്റെ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോബബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഫ്യൂച്ചർ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാം. കോറിലേഷന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ലീനിയർ റിലേഷൻഷിപ്പ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. കോസേഷൻ ഇംപ്ലൈ ചെയ്യുന്നില്ല. ഔട്ട്ലയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്തതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷന്റെ ടൈപ്സ് ഞാൻ 2 മാർക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ, നോൺ ലീനിയർ കോറിലേഷൻ. ഇതാണ് കോറിലേഷന്റെ ടൈപ്പ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഓൺലി, പാർഷ്യൽ എന്ന് പറഞ്ഞാൽ 2 or more variable and 1 variable keep constant, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 or more variable, ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റേഷ്യോ, നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ നോ കോൺസ്റ്റന്റ് റേഷ്യോ. അടുത്തതാണ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. കോറിലേഷന്റെ ഡിഗ്രീസ് ആണ്. കോറിലേഷന്റെ ഡിഗ്രീസ് എങ്ങനെയാണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ +1, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ -1. ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ബിറ്റ്വീൻ +0.5 ആൻഡ് +0.99. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ബിറ്റ്വീൻ -0.75ഉം -0.99ഉം. അത് ആ ടേബിളിൽ കാണുന്ന പോലെ ഒന്ന് പഠിച്ചു വെക്കുക. 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആയിരിക്കും. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. BBAക്ക് പലപ്പോഴും എസ്എ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ? പ്രധാനമായിട്ടും കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള 5 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കാറ്റർ ഡയഗ്രാം, കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്, കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇത് നിങ്ങൾ വിശദീകരിച്ച് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം കൊടുത്ത് എഴുതണം. എല്ലാത്തിനും കുറേ മെത്തേഡിന് കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണ്ടവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഏതെങ്കിലും ഒന്നിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എപ്പോഴും പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് നഷ്ടപ്പെടുത്തേണ്ട. നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ ആ കോമൺ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും തരാം. അത് കറക്റ്റ് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്കാണത്. അപ്പോൾ നമുക്ക് കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിൻ്റെ 5 പേരും ഓർത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാത്തിനും വേണം. സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മെറിറ്റ്സ് അങ്ങനെ ഓരോന്നിൻ്റെതും ഇവിടെ ഈ PDF കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു പോകുന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചത് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ അസംഷൻ ആയിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി പോവുക. അതുപോലെ എല്ലാ മെത്തേഡിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിന് വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് ഏതായാലും റാങ്ക് ആയാലും കാൾ-പിയേഴ്സൺ ആയാലും അതിൽ 3-4 പോയിന്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതെനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ തരാം. അടുത്തതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. വാരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് കോറിലേഷനിലൂടെ നോക്കുന്നത്. എന്നാൽ റിഗ്രഷനിലൂടെ ഇറ്റ് സ്റ്റഡി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. അടുത്തതാണ് കോറിലേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. കോറിലേഷൻ പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല.
എന്നാൽ റിഗ്രഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രെഡിക്ഷൻ. റിഗ്രഷൻ പ്രെഡിക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോറിലേഷൻ പ്രൊസീഡ്സ് റിഗ്രഷൻ. റിഗ്രഷനേക്കാൾ ആദ്യം വരുന്നത് കോറിലേഷൻ ആയിരിക്കും. റിഗ്രഷൻ സക്സീഡ്സ് കോറിലേഷൻ. കോറിലേഷന് ശേഷമായിരിക്കും റിഗ്രഷൻ വരുന്നത്. ദർ മേ ബി നോൺസെൻസ് കോറിലേഷൻ. അസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുക്തിക്ക് നിരക്കാത്ത കോറിലേഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ദർ ഈസ് നോ നോൺസെൻസ് റിഗ്രഷൻ. അത്തരത്തിൽ ഒരു യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ, അതാണ് നോൺസെൻസ് എന്ന് പറയുന്നത്, യുക്തിക്ക് നിരക്കാത്ത കോറിലേഷൻ എന്നാണ് അവിടെ പോയത്, റിഗ്രഷൻ എന്നാണ്. അതെൻ്റെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ദർ ഈസ് നോ നോൺസെൻസ് കോറിലേഷൻ. അടുത്തത്, കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. കോറിലേഷൻ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ റിഗ്രഷൻ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ദർ മേ സ്പ്യൂരിയസ് കോറിലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദർ ഈസ് നോ സ്പ്യൂരിയസ് റിഗ്രഷൻ. അതുപോലെ കോറിലേഷൻ ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്കൊരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് കോറിലേഷനിലൂടെ കൊടുക്കാൻ പറ്റില്ല. റിഗ്രഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. റിഗ്രഷനിലൂടെ നമുക്ക് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം. കോറിലേഷന് ലിമിറ്റഡ് അപ്ലിക്കേഷൻ ആണ്. എന്നാൽ റിഗ്രഷന് വൈഡർ അപ്ലിക്കേഷൻ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് സിമ്മട്രിക് ആയിരിക്കും. റിഗ്രഷൻ കോഎഫിഷ്യന്റ് അസിമെട്രിക് ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഞാനത് കൂടുതൽ പറയാത്തതിന് കാരണം കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാലും പഠിച്ചു വെച്ചോ. 2 മാർക്കിനെങ്കിലും ചോദിച്ചാലോ, എളുപ്പമുള്ള 5 പോയിന്റ് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ്. റിഗ്രഷൻ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആണ്. കോറിലേഷൻ നോട്ട് യൂസ്ഡ് ഫോർ പ്രെഡിക്ഷൻ. റിഗ്രഷൻ പ്രെഡിക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. കോറിലേഷനിൽ നോൺസെൻസ് കോറിലേഷൻ ഉണ്ടാകാം. റിഗ്രഷനിൽ അത്തരത്തിലുള്ള നോൺസെൻസ് റിഗ്രഷൻ ഇല്ല. കോറിലേഷനിൽ സ്പ്യൂരിയസ് കോറിലേഷൻ ഉണ്ടാകും. റിഗ്രഷനിൽ ആ ഒരു സ്പ്യൂരിയസ് റിഗ്രഷൻ ഉണ്ടാകും. കോറിലേഷനിൽ അത് ഉണ്ടാകും, റിഗ്രഷനിൽ അത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോ, മാറിപ്പോയതാണ്. എന്തായാലും ഇതിൽ എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കുക. അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഒന്നില്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫോർമുല. കോറിലേഷൻ കോഎഫിഷ്യന്റിന് ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുല ഉണ്ട്. അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. -1ന്റെയും +1ന്റെയും ഇടയിലാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഫ്രീ മെഷർ. കോറിലേഷൻ, ഇതൊന്നും പോയിന്റ് മാത്രം എഴുതിയാൽ മതി 5 മാർക്കിന് ചോദിച്ചാൽ. ഇതിനൊക്കെ പോയി എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാന്ന് വിചാരിക്കും. ഇത് കറക്റ്റ് എക്സാക്ട് പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ സെയിം ആസ് വൈ ആൻഡ് എക്സ്. ഇതെന്തായാലും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ റിഗ്രഷന്റെ പ്രോപ്പർട്ടീസ്, റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി. It is expressed in the form of original data. Regression coefficient of y on x is denoted by by(x) ഉം അതുപോലെ തന്നെ regression coefficient of x on y denoted by bxy ഉം. അതുപോലെ bxy പോസിറ്റീവ് ആണെങ്കിൽ byx ഉം പോസിറ്റീവ് ആയിരിക്കും. ഇത് നന്നായിട്ട് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റും പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യം വരും. അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അടുത്തതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻസും സിറ്റുവേഷൻസും ഒക്കെ നോക്കണം. നമുക്ക് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അസംഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചർ, പ്രോപ്പർട്ടീസ് ഇതൊക്കെ ചോദിച്ചാലുള്ള ആൻസർ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ NP ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ SD NPQ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് √NPQ ആണ്. അതെന്നോട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 1 or 2 മോഡൽ വാല്യൂ ഉണ്ടായിരിക്കും. ഈച്ച് ട്രയൽ ഈസ് ഇൻഡിപെൻഡന്റ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ ട്രയലും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റിമെയിൻ കോൺസ്റ്റന്റ്. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി
സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് വേർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈഡ്. ഏതെല്ലാം കണ്ടീഷനിലാണ്, സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുക? ഒന്ന്, ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കണം. രണ്ട്, പോസിബിൾ ഔട്ട്കം ആണ് ഉണ്ടാവേണ്ടത്, ഒന്നില്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ട്രയൽസ് ആയിരിക്കണം. കോൺസ്റ്റന്റ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരിക്കണം. അടുത്തത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ അസംഷൻസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ്, പ്രോപ്പർട്ടീസ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനൊരു സിംഗിൾ പാരാമീറ്റർ ആണുള്ളത്, എം. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു സിംഗിൾ പാരാമീറ്റർ ആണ് എം. മീനും വാരിയൻസും ഈക്വൽ ടു എം ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് റൂട്ട് എം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എം ആയിരിക്കും. ഇൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ദ നമ്പർ ഓഫ് സക്സസ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ. റെയർ ആയിരിക്കും നമ്പർ ഓഫ് സക്സസ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ യൂസസ് എന്തൊക്കെയാണ്? ടെലിഫോൺ കോളിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ, ഡിഫെക്ട്സിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ, ബാക്ടീരിയ പെർ യൂണിറ്റിന്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ, ഒരു ടൗണിൽ എത്ര ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നത് കൗണ്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്ര ആളുകൾ മരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യാൻ നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രാക്ടിക്കൽ യൂസ്. അടുത്തതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫീച്ചേഴ്സ്. എസ് എ ആണ്. 15ഓളം പോയിന്റ് ഞാൻ എസ് എ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, പോയിന്റ് എഴുതിയാൽ മതി. ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അസംഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ബെൽ ഷേപ്ഡ് ആണ്, അത് സിമ്മട്രിക് ആണ്, മീൻ മീഡിയൻ മോഡ് ആർ ഈക്വൽ, മെസോകോർട്ടിക് ആണ്, യൂനി മോഡൽ ആണ്. ആ 5 എണ്ണമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കൂ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0 ആയിരിക്കും. ഇത് ഞാനിങ്ങനെ വായിച്ചിട്ട് കാര്യമല്ല, മാത്തമാറ്റിക്കൽ ടേം ആണ്. ഇത് നോക്കി നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതും കൂടെ പഠിച്ചു വെക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് അത് വൈഡ്ലി അപ്ലിക്കബിൾ ആണ്, ഈസി ടു വർക്ക് ആണ്, സെൻട്രൽ ലിമിറ്റ് തിയറം, വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ് ഉണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷന്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രെഡിക്റ്റീവ് പവർ ഉണ്ട്, സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഔട്ട്ലയേഴ്സ് സെൻസിറ്റീവ് ആണ്, സിമ്മട്രി വെറും ഒരു അസംഷൻ മാത്രമാണ്, കണ്ടിന്യൂസ് ഡാറ്റ എന്നതും ഒരു അസംഷൻ മാത്രമാണ്. അടുത്തതാണ് മോഡലിന്റെ അഡ്വാൻറ്റേജ്, പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചാൽ, മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യഥാർത്ഥ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. മോഡൽ സിമ്പിൾ ആയിരിക്കണം. മോഡൽ ഫ്യൂ വാരിയബിൾസ് ആണ് എടുക്കുക. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. മോഡൽ ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. ഡിഫൈൻ ദ പ്രോബ്ലം, കളക്ഷൻ ഓഫ് ഡാറ്റ, ഫോർമുലേഷൻ ഓഫ് എ മോഡൽ, വാലിഡേഷൻ ഓഫ് മോഡൽ, സൊല്യൂഷൻ ടു മോഡൽ, ഇംപ്ലിമെന്റേഷൻ, മോഡൽ മെയിൻ്റനൻസ്. അതുപോലെ മോഡലിന്റെ ടൈപ്സ് ഉണ്ട്. ഐക്കോണിക് മോഡൽ ഉണ്ട്, അനലോഗ് മോഡൽ ഉണ്ട്. പേരെങ്കിലും ഓർത്ത് വെക്കുക. ഐക്കോണിക് മോഡൽ, അനലോഗ് മോഡൽ, സിംബോളിക് മോഡൽ, ഡിറ്റർമിനിസ്റ്റിക് മോഡൽ, പ്രോബബിലിസ്റ്റിക് മോഡൽ, അലോക്കേഷൻ മോഡൽ, സീക്വൻസിങ് മോഡൽ, ഇൻവെന്ററി മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോമൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ താഴെ കാണുന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അവസാനത്തെ എക്സാം ആണ് നാളെ. എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവരും നല്ല മാർക്കോടുകൂടി 4th സെമസ്റ്റർ പാസ്സാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് 5th സെമ്മിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിലേക്ക് തന്നെ തിരിച്ചെത്തുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് എളുപ്പവഴിയിലൂടെയൊക്കെ പഠിക്കാനുള്ള കോമൺ പോയിന്റ്സും എല്ലാമായിട്ട് 5th സെമസ്റ്റർ വീഡിയോസ് നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും. എല്ലാവരും ഇവിടെ എത്തണം. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, താങ്ക്